രൺവീർ അലഹബാദിയെ നിർത്തിപ്പൊരിച്ചു സുപ്രീം കോടതി. സമീപകാലത്ത് ഇത്രയും കടുപ്പത്തിൽ സുപ്രീം കോടതി ആരോടും ഒന്നും പറഞ്ഞു കാണില്ല. രൺവീറിനെതിരെ ആദ്യമായി പരാതി കൊടുത്ത വ്യക്തി എന്ന നിലയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് രൺവീർ നശിക്കാനല്ല, രൺവീറിനെ നന്നാക്കാനാണ്. ഞാനൊരു ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റാണ്. രൺവീറും വിശാല അർത്ഥത്തിൽ ഒരു സെന്റർ റൈറ്റ് നിൽക്കുന്ന വ്യക്തിയാണ്. സെന്റർ ലെഫ്റ്റ് ആണ് നമ്മുടെ ധ്രുവ് റാത്തി. രണ്ടുപേരെയും, പ്രത്യേകിച്ച് ധ്രുവ് റാത്തി എനിക്ക് വ്യക്തിപരമായി കുറെ കൂടെ അടുത്തറിയാവുന്ന ആളുമാണ്. ഞങ്ങൾ തമ്മിൽ സൗഹൃദവും. രൺവീർ ബ്രില്യൻ്റ് ആയ ഒരു യങ്സ്റ്റർ ആണ്. പക്ഷേ രൺവീർ പറഞ്ഞത് അബ്സല്യൂട്ട്ലി ക്ഷമിക്കാൻ പറ്റാത്തതാണ്. അച്ഛൻ, അമ്മ, ലൈംഗികത, തമാശ, ഇതൊന്നും ഒരു വരിയിൽ പോലും നമ്മൾ പറയരുത്. നമ്മുടെ അച്ഛനെ, അമ്മയെ, അമ്മച്ചിയെ, അപ്പച്ചനെ, ഉമ്മയും ബാപ്പയും ഒന്നും നമ്മൾ വിവാദത്തിലേക്ക് കൊണ്ടുവരരുത്. അത് അബ്സല്യൂട്ട് നോനോ ആണ്. അത് പറ്റില്ല എന്നുള്ളതാണ് എന്റെ സത്യം. അപ്പോൾ രൺവീറിനെതിരെ കൊടുത്ത പരാതികളിൽ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ എഫ്ഐആർ ഫയൽ ചെയ്തു. ബോംബെയിലും ആസാമിലും ഒക്കെ ശക്തമായ എഫ്ഐആറുകൾ ഉണ്ടായി. ഞാൻ സ്ഥിരമായി പോലീസിനെ, ജോയിന്റ് പോലീസ് കമ്മീഷണറെയും DCP ഒക്കെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട വരികൾ വായിക്കേണ്ടതാണ്. കുടുംബത്തിൽ വിശ്വസിക്കുന്ന, കുട്ടികളിലും നന്മയിലും സമൂഹത്തിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും ആശ്വാസം നൽകുന്ന വരികളാണ് സുപ്രീം കോടതി. അതായത് ഇന്ത്യയിൽ ഇയാൾക്ക് കോടിക്കണക്കിന്, നൂറുകണക്കിന് കോടി ആസ്തിയുള്ള ഒരു മനുഷ്യനാണ്. ലക്ഷക്കണക്കിനും കോടിയും ഓരോ മാസവും യൂട്യൂബിൽ നിന്ന് നേടുന്ന ആൾക്കാരാണ്. മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉണ്ട്. സുപ്രീം കോടതി രൺവീറിനോട് ചോദിക്കുകയാണ്, ഇയാളുടെ മനസ്സിൽ ഡേർട്ടി ആയ പല കാര്യങ്ങളും ഉണ്ട്, അതാണ് ഇങ്ങനെ ഛർദ്ദിക്കുന്നത്, വൊമിറ്റ് ചെയ്യുന്നത്, ഞങ്ങൾ എന്തിനാ തന്നെ സംരക്ഷിക്കേണ്ടത്? അടുത്തത്, നമ്മുടെ സമൂഹത്തിന്റെ വാല്യൂസ് എന്തൊക്കെയാണ്, മൂല്യങ്ങൾ എന്തൊക്കെയാണ്, അതിന് കുറെ പാരാമീറ്റേഴ്സ് ഇല്ലേ, ചിട്ടവട്ടങ്ങളില്ലേ, മൂല്യ സംവിധാനങ്ങളില്ലേ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവ് നിങ്ങൾക്കുണ്ടോ? എല്ലാ സമൂഹത്തിനും സെൽഫ് ഇവോൾവ് ആയ കുറെ വാല്യൂസ് ഉണ്ട്. അതായത് ചില ലക്ഷ്മണ രേഖകളുണ്ട്, അതിനെ നമ്മൾ ബഹുമാനിക്കണം. 3, ഇൻ ദ നെയിം ഓഫ് ഫ്രീ സ്പീച്ച്, ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ഒരാൾക്കും ലൈസൻസ് ഇല്ല സമൂഹത്തിനെതിരെ, നമ്മുടെ സമൂഹ മനസാക്ഷിക്കെതിരെ സംസാരിക്കാൻ. നിങ്ങൾ ഉപയോഗിച്ച വാക്ക്, രൺവീറിനോട് എന്നിട്ട് പറയുകയാണ്, എല്ലാ പെൺമക്കളെയും, സഹോദരിമാരെയും, അച്ഛനമ്മമാരെയും, സമൂഹത്തെയും നാണം കെടുത്തുന്ന വാക്കാണ്. ദ ലെവൽ ഓഫ് ഡിപ്രവിറ്റി, അത്രയും മോശമായ ലെവൽ ഓഫ് ഡിപ്രവിറ്റി നിങ്ങളും നിങ്ങളുടെ കൂട്ടാളികളും ചെയ്തത് അബ്സല്യൂട്ട്ലി അൺഫോർഗിവബിൾ ആണ്. നിങ്ങൾ ചില വാക്കുകൾ നിങ്ങളുടെ പോപ്പുലാരിറ്റിക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അതൊന്നും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇനി നിങ്ങൾ ചില ഓസ്ട്രേലിയൻ ഷോയുടെ കോണ്ടന്റ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇവിടെ വന്നിട്ട് കാര്യമില്ല. ഇത് ഒബ്സീനിറ്റി ആണ്. ഞങ്ങൾ എന്തിനാണ് നിങ്ങളുടെ FIR ക്വാഷ് ചെയ്യേണ്ടത്? തൽക്കാലം എന്തായാലും നിങ്ങളുടെ പാസ്പോർട്ട് താനെ പോലീസ് സ്റ്റേഷനിൽ വെക്കൂ. കോടതിയുടെ അനുമതി ഇല്ലാതെ ഇന്ത്യ വിട്ടുപോകരുത്. അടുത്തതാണ് ഏറ്റവും സൂപ്പർ, രൺവീറും അസോസിയേറ്റ്സും മറ്റൊരു ഷോയും ചെയ്യില്ല കോടതിയുടെ അടുത്ത് ഉത്തരവ് വരുന്നത് വരെ. ഇതിനേക്കാൾ വലിയൊരു ശിക്ഷ കൊടുക്കാനില്ല. രൺവീർ ജയിലിൽ പോയി കിടക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല, ആർക്കും ആഗ്രഹമില്ല. ഇവരെ നന്നാക്കണമെന്നുള്ളതാണ്. ഇവർക്ക് സംസ്കാരത്തോടും സമൂഹത്തോടും നിയമത്തോടും ഒരു ബഹുമാനം വേണം, ആദരവ് വേണം. പെർവേർഷൻ പറയുന്നതിന് മുമ്പ്, അസഭ്യവും ആഭാസവും പറയുന്നതിന് മുമ്പ് വീണ്ടും ചിന്തിക്കണം. അതുകൊണ്ട് കോടതിയുടെ ഉത്തരവ് വരുന്നവരെ ഇനി ഷോ ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ അപൂർവമായിരിക്കും ഇത്രയും വലിയൊരു ഇടപെടൽ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വീണ്ടും വീണ്ടും ഇന്ത്യയുടെ മനസാക്ഷി കാക്കുകയാണ്. സുപ്രീം കോടതിക്ക് എല്ലാ ആദരങ്ങളും അർപ്പിക്കുന്നു, സ്നേഹാദരങ്ങൾ അർപ്പിക്കുന്നു. സുപ്രീം കോടതി ചെയ്തത് വലിയ കാര്യമാണ്. നമ്മളാരും, ഞാനാരും ശ്രീരാമനും മറ്റേ ഹരിചന്ദ്രനും ഒന്നുമല്ല. പക്ഷേ രൺവീർ പറഞ്ഞ ലെവല് ഭയങ്കര വൃത്തികേടാണ്. അതുകൊണ്ടാണ് നമ്മൾ ആരും ഹോളിയർ ദാൻ തോന്നുമല്ല. പക്ഷെ ഇത്രയും വൃത്തികേട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാവരുത്. അതിൽ എല്ലാവരും നിൽക്കണം. അതിൽ നമുക്ക് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി ഒന്നുമില്ല, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റുകാരും BJP കാരനൊന്നുമില്ല, ഇടത് വലത് മധ്യം ഒന്നുമില്ല. നമ്മൾ ഒരുമിച്ച് നിന്ന് നമ്മുടെ യങ്സ്റ്റേഴ്സിനെ ഈ ലെവലിലേക്ക് പോകുന്നത് തടയണം. ഇത് ഓരോ അച്ഛൻ്റെയും അമ്മയുടെയും ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ്.